ചേവായൂരിൽ സംഭവിച്ചതുപോലുള്ള അട്ടിമറി ഇനി മറ്റേതെങ്കിലും സഹകരണ ബാങ്കിൽ ആവർത്തിച്ചാൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ മാലപ്പടക്കം പോലെ തകരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടായാൽ ബാങ്കുകളിൽ നിന്നും നിക്ഷേപിച്ച പണം കോൺഗ്രസ് അനുഭാവികൾ കൂട്ടത്തോടെ പിൻവലിക്കും. അങ്ങനെയാണ് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയനും CPM-നും മാത്രമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് അട്ടിമറിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ കമ്മീഷണർ ഓഫീസ് മാർച്ച് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇപ്പോ ഒരു കുഴപ്പമില്ല. പത്തനംതിട്ടയിൽ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 3 ബാങ്കുകളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് UDF ആ ബാങ്കുകൾ നിലനിർത്തി. ഞങ്ങൾ ഇവിടെ പറയുന്നു, CPM ജില്ലാ സെക്രട്ടറിയോടും സംസ്ഥാന സെക്രട്ടറിയോടും കേരളത്തിലെ മുഖ്യമന്ത്രിയോടും കേരളത്തിലെ സഹകരണ മന്ത്രിയോടും ഞങ്ങൾ പറയുന്നു, ഈ ചേവായൂരിൽ നടത്തിയ സംഭവം ഇനി കേരളത്തിൽ എവിടെയെങ്കിലും ആവർത്തിച്ചാൽ ഞങ്ങൾ ആ ബാങ്കുകളിൽ നിന്നുള്ള ഞങ്ങളുടെ അനുഭാവികളുടെ പണം ഞങ്ങൾ പൂർണ്ണമായി പിൻവലിക്കും. പിന്നെ ആ ബാങ്ക് ഉണ്ടാവില്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യം. പക്ഷെ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുത്. മാലപ്പടക്കം പൊട്ടുന്നത് പോലെ കേരളത്തിലെ ബാങ്കുകൾ തകർന്നു വീഴും. അതിന്റെ കാരണക്കാരൻ പിണറായി വിജയൻ മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഓരോ സഹകരണ മേഖലയിൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള പിന്തുണയും ഈ സർക്കാർ ഇനി തരില്ല. ഒരു തരത്തിലുള്ള പിന്തുണയും തരില്ല. ചേവായൂരിൽ ഈ കൃത്രിമ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്ന ആളുകളെ രാജിവെപ്പിക്കണം, അവരെ മാറ്റി നിർത്തണം. അവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അവസരമുണ്ടാക്കണം. സുപ്രീം കോടതിയിൽ വരെ പോയാലും ഞങ്ങൾ ഈ നിയമ പോരാട്ടം ഞങ്ങൾ തുടരും. ഈ ബാങ്ക് ഞങ്ങൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്നതിന് നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഞാൻ വലിയ ഭീഷണിയൊന്നും പെടുത്തുന്നില്ല, പക്ഷെ നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് അറിയാം. അത്രയും മതിയല്ലോ. ഇനി ഇതുപോലെ തോന്നിയാസം കാണിച്ചാൽ, സ്വന്തം ഉത്തരവാദിത്വം മറന്നു പെരുമാറിയാൽ ഇതായിരിക്കില്ല സമര രീതി എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തി അടിച്ചമർത്താൻ പറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ഞങ്ങളെ ഇങ്ങനെ വന്ന് ഉണർത്തിയതിന് ഞാൻ പ്രത്യേകം നന്ദി പറയും. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.